കേന്ദ്ര കൃഷിമന്ത്രി ശിവരാജ് സിംഗ് ചൗഹാനെതിരെ കോൺഗ്രസ് ഇന്ന് അവകാശ ലംഘന നോട്ടീസ് നൽകിയേക്കും. കൃഷിമന്ത്രി കഴിഞ്ഞ ദിവസങ്ങളിൽ സഭയിൽ നടത്തിയ പല പ്രസ്താവനകളും സഭയെ തെറ്റിദ്ധരിപ്പിക്കുന്നതാണെന്നാണ് കോൺഗ്രസ് വിമർശനം. അതേസമയം വഖഫ് ബില്ലിനെതിരായ പ്രതിഷേധവും ശക്തമാണ്. ബില്ല് അവതരിപ്പിച്ചാൽ ശക്തമായി എതിർക്കുമെന്നാണ് മുസ്ലിം ലീഗ് അംഗങ്ങളും പ്രതികരിച്ചത്. കൃഷിമന്ത്രി ശിവരാജ് സിംഗ് ചൗഹാൻ സഭയെ തെറ്റിദ്ധരിപ്പിക്കുന്നുവെന്നാണ് കോൺഗ്രസ് ആരോപണം. സഭയെ തെറ്റിദ്ധരിപ്പിക്കുന്ന പ്രസ്താവനകൾ തുടർച്ചയായി ശിവരാജ് സിംഗ് ചൗഹാന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്ന സാഹചര്യത്തിലാണ് ഇക്കാര്യം ചൂണ്ടിക്കാട്ടി അവകാശ ലംഘന നോട്ടീസ് നൽകുന്നതെന്നാണ് കോൺഗ്രസിന്റെ നിലപാട്. അതേസമയം വയനാട് ദുരന്തത്തിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ നടത്തിയ പ്രസ്താവനയ്ക്കെതിരെ 3 അവകാശ ലംഘന നോട്ടീസുകളാണ് സഭയ്ക്ക് മുന്നിലുള്ളത്. CPM, CPI, കോൺഗ്രസ് അംഗങ്ങളാണ് അമിത്ഷാക്കെതിരെ അവകാശ ലംഘന നോട്ടീസ് നൽകിയിട്ടുള്ളത്. അതേസമയം വഖഫ് നിയമ ഭേദഗതി ബില്ല് പാർലമെന്റിൽ അവതരിപ്പിക്കാൻ ഒരുങ്ങുന്ന കേന്ദ്ര സർക്കാരിനെതിരെ പ്രതിഷേധം ശക്തമാണ്. വഖഫ് ബോർഡിൽ സ്ത്രീ പ്രാതിനിധ്യം ഉൾപ്പെടുത്തുക എന്നതടക്കം 40 ഭേദഗതികൾ ഉൾപ്പെടുന്ന ബില്ലാകും അവതരിപ്പിക്കുക. അതേസമയം വഖഫ് നിയമ ഭേദഗതിക്ക് പിന്നിൽ BJPയുടെ അജണ്ടയാണെന്ന ആരോപണവുമായി മുസ്ലിം ലീഗ് രംഗത്ത് വന്നു. വഖഫ് സ്വത്തുക്കൾ കൈകാര്യം ചെയ്യുന്നതിൽ സർക്കാർ കൈകടത്താൻ ശ്രമം നടക്കുന്നതായി ലീഗ് MP ET മുഹമ്മദ് ബഷീർ ഡൽഹിയിൽ പറഞ്ഞു. ഈ ആക്ട് കൊണ്ട് അവരെന്തെല്ലാം കാര്യങ്ങൾ പുറത്തു പറയാൻ വേണ്ടി ഉപയോഗിക്കുന്നുണ്ടെങ്കിലും അതിൻ്റെ അകത്ത് BJPക്ക് വളരെ രൂക്ഷമായ ഒരു അജണ്ടയുണ്ട്. കേന്ദ്ര സർക്കാരിന്റെ ഭേദഗതി ഭരണഘടന ഉറപ്പു നൽകിയ അവകാശങ്ങൾക്ക് മേലുള്ള കടന്നുകയറ്റമാണെന്നും വഖഫ് ബോർഡിൽ നിക്ഷിപ്തമായ വഖഫ് സ്വത്തുക്കൾ കൈകാര്യം ചെയ്യുന്നതടക്കമുള്ള അധികാരത്തിൽ കൈകടത്താൻ കേന്ദ്രം ശ്രമിക്കുന്നതെന്നും ET മുഹമ്മദ് ബഷീർ കൂട്ടിച്ചേർത്തു. വിശ്വാസവും ഭരണഘടനയും സംരക്ഷിക്കാൻ ലീഗ് പോരാടുമെന്നും അദ്ദേഹം പറഞ്ഞു. മുസ്ലിം വ്യക്തി നിയമ ബോർഡും സർക്കാർ നീക്കത്തിനെതിരെ രംഗത്ത് വന്നിട്ടുണ്ട്. അമൃത ന്യൂസ്, ന്യൂഡൽഹി.